പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്സരം എന്നാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഒരു വലിയ ഭരണം മാറ്റത്തിന്റെ ചിന്ത നന്നായിട്ട് ജനങ്ങളിലുള്ള ഒരു സന്ദർഭം. മനുഷ്യർ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഈ ഭരണത്തിൽ നിന്നിപ്പോ 10 വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പ്, ഈ 2026 തെരഞ്ഞെടുപ്പ് അടുത്ത 9-ാം തീയതി കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം കേരളത്തിലെ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള പുറകോട്ട് പോക്ക് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർഭരണം വന്നപ്പോൾ ഓരോ വകുപ്പും പുറകോട്ട് പോയി. സ്ത്രീയായ ഞാൻ ആദ്യം പറയുന്നു, സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും മോശപ്പെട്ട, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെടുന്ന നമ്പർ 1 സംസ്ഥാനമായിട്ട് ഇന്ന് കേരളം ധനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രത്യേകിച്ച് ധനമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള കൊട്ടാരക്കരയിലും മാറിയ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഗ്രാമീണ റോഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതെല്ലാം തന്നെ തകർന്നു കിടക്കുന്നത് കാണാം. കുറച്ച് റോഡുകളൊക്കെ നന്നായി വരുന്നുണ്ട്. കുടിവെള്ളമില്ലാത്ത പ്രശ്നങ്ങള് ഞങ്ങളൊക്കെ ഈ പ്രചരണത്തിന് പോയപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ഒരു പ്രശ്നമാണ്. കുടിവെള്ള പദ്ധതികൾ വളരെ മുമ്പേ വന്നതൊക്കെ നടപ്പാക്കാതെ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ വന്നപ്പോൾ പൈപ്പുകളൊക്കെ ഇറക്കി വെച്ച ഒരു അവസ്ഥ ഞങ്ങൾ കാണുന്നുണ്ട് ഈ പ്രചരണത്തിന് പോയി കഴിഞ്ഞപ്പം വോട്ട് ചോദിക്കാനായിട്ട്. അതുപോലെയാണ് ഉന്നതികളിൽ ഉണ്ടായിട്ടുള്ള ഉന്നതികൾക്ക് ആവശ്യമായ പരിഗണന കിട്ടിയിട്ടില്ല. പിന്നോക്ക വിഭാഗങ്ങൾ, എസ് സി വിഭാഗത്തിലുള്ളവർക്കൊക്കെ നല്ല പ്രയാസങ്ങൾ അവർ ഞങ്ങളോട് പറയുകയുണ്ടായി. അതുപോലെയാണ് ഈ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു വലിയ കാര്യം ഞാനൊക്കെ ഇരുന്ന സമയത്ത് ഇവിടെ ചെയ്തിരുന്നു. അത് ഒഴിവാക്കപ്പെട്ടു. പരിഹരിക്കുന്ന ഒരു പ്രശ്നം 5 വർഷമായിട്ടുണ്ടായില്ല. അതുപോലെ കേരളത്തിലാണെങ്കിൽ ഇപ്പോ കരിങ്കൊടി കാണിച്ചാൽ പോലും ആൾക്കാരെ അകത്താക്കുന്ന ഒരു സ്ഥിതിയാണ്. പിന്നെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുത്തുളുക്കും. അതുപോലെ IC യൂണിറ്റിലേക്ക് പോകുന്ന സ്ഥിതിയൊക്കെ നമ്മൾ കണ്ണൂർ കണ്ടായിരുന്നു. കരിങ്കൊടിയുമായിട്ട് ആൾക്കാർ വരുമ്പോൾ പോലീസുകാരെ തടഞ്ഞു നിർത്തും. പക്ഷെ ദൂരെ ഇരിക്കുന്ന ആളിനെ വലിയ തോതിലുള്ള പരിക്ക് പറ്റിയിട്ട് IC യൂണിറ്റിലൊക്കെ അഡ്മിറ്റ് ആക്കുന്ന കാലഘട്ടം ഇപ്പൊ വന്നിരിക്കുക. പിന്നെ നവീൻ ബാബുവിനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ ADM മരണപ്പെട്ടതിന്റെ ഒരു ക്ലിയർ പിക്ചർ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള ഒരു സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ കാണുന്ന വിവാദപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ സമരങ്ങളുടെ ഒരു പെരുമഴയാണ്. ഗവർണറോട് എന്ത് ചെയ്യാം. പിന്നെ മറ്റൊരു പാഠം, നമ്മൾ പുതിയൊരു കാര്യം വന്നത്, എന്തെങ്കിലും എടുത്ത് ചെടിച്ചട്ടി പോലുള്ള സാധനങ്ങൾ എടുത്ത ആൾക്കാരെ തലയ്ക്കോ മറ്റോ അടിച്ചു കഴിഞ്ഞാൽ അതൊരു രക്ഷാപ്രവർത്തനമായി മാറി എന്നുള്ള ഒരു വളരെ വിശേഷപ്പെട്ട ഒരു വ്യാഖ്യാനങ്ങൾ വന്ന അതിനൊരു പ്രത്യേക അർത്ഥം കൊടുത്ത ഒരു കാലഘട്ടം കൂടിയാണ്. ഇതെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട, ഞാൻ ഒരുപാട് പറഞ്ഞു പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ചു പോകേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ എപ്പോഴും പറയും കേന്ദ്ര ഗവൺമെന്റിനെയൊക്കെ എല്ലാ സമയവും കുറ്റപ്പെടുത്തും. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതികൾ മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ, ഘടകകക്ഷികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നടപ്പാക്കിയ ചില പദ്ധതികളുമായി വന്ന് വലിയ വിവാദം ഉണ്ടായെന്ന് നമുക്കറിയാം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒരു കാര്യമായ ഇടപെടലില്ലാത്തത് നമുക്കറിയാം. പെട്രോളിനും ഡീസലിനും ഒക്കെ സെസ് വിരിച്ചിട്ട് അത് ആവശ്യത്തിന് വിനിയോഗിക്കാത്ത കാര്യം അറിയാം. ഇപ്പൊ തന്നെ 25 ലക്ഷം രൂപ വരെയുള്ളത് മാത്രം മാറുകയും അതിനുശേഷമുള്ളത് മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ട്രഷറി കൂട്ടത്തില്ല, വളരെ ഭദ്രമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ആവശ്യമായിട്ടുള്ള യാതൊരു നടപടികളും വരുന്നില്ല. ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നില്ലല്ലോ. അത് അടുത്ത ഗവൺമെന്റിന് വെച്ചേക്കല്ലേ. എല്ലാ കാര്യങ്ങളും വർധനവ് വരുത്തി എന്ന് പറയാ അടുത്ത ഗവൺമെന്റിലേക്ക് വെച്ചേക്കുക. അപ്പൊ 5 വർഷക്കാലം ഒരു കാര്യത്തിലും കാര്യമായിട്ട് ഇടപെടാതിരിക്കുക. ഏറ്റവും സങ്കടകരമായ കാര്യം, ആശാ വർക്കേഴ്സിന്റെ ഒരു സമരം കേരളത്തിലെ ജനങ്ങൾ അത് മറക്കത്തില്ല. വളരെ ടച്ചിങ് ആയിട്ടുള്ള, അവരങ്ങ് വളരെ വിഷമിച്ച് ദീർഘനാളുകൾ ഒരു സമരം കൊണ്ടുപോകുന്നത് ഒരു സർക്കാരിന് നല്ലതാണോ എന്ന് പരിശോധിക്കണം.
ഒരു ഭരണകൂടം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയാലും വകുപ്പ് മന്ത്രിമാരായാലും ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ആവശ്യം ഉന്നയിച്ച് ഒരു സമരം ചെയ്താൽ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത്? അവരെ വിളിച്ചിട്ട് സമരം ചെയ്തോട്ട്, എല്ലാവർക്കും അവകാശമുള്ളതല്ലേ, അവനവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇടതുപക്ഷം ധാരാളം സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഒരു സമരം വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണോ വേണ്ടത്? വളരെ വിഷമകരമായിട്ട് ദീർഘ ദിവസങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ആശാ വർക്കേഴ്സ് അവിടെ തലമുണ്ടനം ചെയ്തു വരെ സമരം ചെയ്തപ്പോ അവരെ ഒന്ന് ചേർത്ത് നിർത്തി, സാമ്പത്തിക പ്രയാസമാണെങ്കിൽ അത് പറഞ്ഞ് നമുക്കത് നോക്കാം, പരിഹരിക്കാമെന്ന് സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് നിർത്തുന്നതല്ലേ ഒരു സർക്കാർ ചെയ്യേണ്ടത്? അതിവിടെ ഉണ്ടായിട്ടുണ്ടോ? പാഠം പഠിച്ച അവസാനം ഒരു 1000 രൂപ വർദ്ധിപ്പിച്ചിട്ട് ആർക്കും ഒരു സന്തോഷം ഇല്ലാത്ത പോലെ മടുത്ത് അവർ തോറ്റ പോലെ പോയില്ലേ? മുട്ടിലിഴയുന്ന ഉദ്യോഗാർത്ഥികളെ നമ്മൾ കണ്ടില്ലേ ഈ കാലഘട്ടത്തില്? തിരിച്ച് പ്രതിപക്ഷത്തായിരുന്നു ഇടതുപക്ഷമെങ്കിൽ ഈ കേരളത്തിൽ എന്തൊക്കെ നടന്നേനെ? അത് പരിശോധിക്കേണ്ടതല്ലേ? അവസാനം ഈ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്ത് തോറ്റുപോകുന്ന സ്ഥിതിയല്ലേ? 1ാം റാങ്കിൽ വരുന്നവർ, PSCയുടെ 1ാം റാങ്കുകാരെ പോലും നിങ്ങളൊക്കെ തന്നെയാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 1ാം റാങ്കിൽ വരുന്നവർക്ക് പോലും പോസ്റ്റിംഗ് കൊടുക്കാതെ പിൻവാതിലിലൂടെ പല വകുപ്പുകളിലും പോസ്റ്റിംഗ് കൊടുക്കുന്ന ഒരു സ്ഥിതിയല്ലേ? ഇങ്ങനെ ഏത് ഭാഗം എടുത്തു നോക്കിയില്ല. കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, അതുപോലെ ടാക്സ് വർദ്ധിപ്പിച്ചു, ഈ വെള്ളക്കരം വർദ്ധിപ്പിച്ചു, അത് വലിയ തോതില് പെർമിറ്റ് കിട്ടുന്നതിനുള്ളത് വൻതോതിൽ വർദ്ധിപ്പിച്ചു. ഇങ്ങനെയെല്ലാം വർദ്ധിപ്പിച്ചിട്ടും അതിന്റെ റിസൾട്ട് നമ്മൾ കാണുന്നില്ല. റോഡുകളുടെ പണി, ഉൾനാടൻ പ്രദേശത്ത് പോയ മനുഷ്യന് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്, മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ചെയ്യുന്നതിനൊരു ക്വാളിറ്റി ഉണ്ടാകണം. ഇനി ഈ കൊട്ടാരക്കര മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാര്യം ഒരു മുൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നുണ്ട്. കൊട്ടാരക്കരയിൽ വികസന വിപ്ലവമാണ്. 5 വർഷക്കാലം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് പറയാമോ? എന്തൊക്കെ വലിയ കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന്? എന്തൊക്കെ വലിയ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്? സോഹോ എന്നൊരു കമ്പനി വന്നിട്ടുണ്ട്. അതുപോലെ അതൊരു സ്വകാര്യ കമ്പനിയാണ്. അവർക്ക് കുറെ സ്ഥലം കിട്ടി, കെട്ടിടമുണ്ട്, അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചു, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. ഈ കൊട്ടാരക്കര മണ്ഡലത്തിലോ ഇവിടെയൊക്കെയുള്ള എത്ര പേര് അവിടെ ഉണ്ടെന്ന് പരിശോധിക്കണം, എത്രമാത്രം ഫലപ്രദമാണെന്ന് അന്വേഷിക്കണം. പിന്നെ വർക്ക് നിയർ ഹോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഒഴിഞ്ഞു കിടന്ന കെട്ടിടത്തിൽ ഒരു സ്ഥാപനം കൊണ്ടുവന്നു. അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കണം. റെന്റൊക്കെ കൊടുത്തൊരു ചെയറിന് എത്രയായിട്ട്. എന്നാൽ ഇവിടെ കഴിഞ്ഞ കാലത്ത് ഞാൻ ജനപ്രതിനിധിയായിരുന്നപ്പം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടെ UDF ഗവൺമെന്റിന്റെ കാലത്ത് അനുവദിച്ചതാണ് 13 കോടി രൂപയുടെ സ്കിൽ പാർക്ക്. അത് പണി തുടങ്ങിയത്, അത് ലാസ്റ്റ് ടൈം സൈറ്റ് ക്ലിയർ ചെയ്ത് പണി തുടങ്ങി പൂർത്തീകരിച്ചത് 3ാമത് ഞാൻ ജയിച്ചു വന്ന സമയത്താണ്. എത്ര ഫലപ്രദമായിട്ട് ഈ ലോകത്തുള്ള ഏത് കമ്പനിക്കും വന്ന് നല്ല ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുത്ത്, മണിക്കൂറുകളുടെ ട്രെയിനിങ്, ഒരു ഫീസുണ്ട്, SCക്ക് ഫീസില്ല, BPLന് ഇളവുണ്ട്. അങ്ങനെ ഉള്ള സർക്കാരുമായിട്ട് സിംഗോസെർവ് എന്ന കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് സിംഗപ്പൂർ കമ്പനിയുമായിട്ട് ചേർന്നുമുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഹാളിൽ തന്നെ അടുത്ത സംവിധാനം ചെയ്യാവുന്ന അണ്ടർഗ്രൗണ്ടിൽ വരെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സർവ്വസന്നാഹത്തോടെയുള്ള ഒരു സ്കിൽ പാർക്ക് കൊണ്ടുവന്നു. അതിന്റെ അവസ്ഥ ഇന്ന് എവിടെയാണ്? എല്ലാം പുറമെ സിംഗപ്പൂർ കമ്പനി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തവണ മാത്രം ഒരു അമേരിക്കൻ കമ്പനിക്ക് റിട്ടേൺസ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് വന്ന 5 വർഷങ്ങൾക്ക് മുമ്പ് 4 വർഷങ്ങൾക്ക് മുമ്പ് വന്നതായിട്ട് കണ്ടു. ഫലപ്രദമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ? അത് വർക്ക് ചെയ്തെടുത്താൽ എത്ര പേർക്ക് ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഈ അടുത്തുള്ള ജില്ലകളിൽ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നതാണ്. കരിയർ ഡെവലപ്മെന്റ് സെന്റർ ഇവിടെ ഞാനിരിക്കുമ്പോൾ തന്നെ കൊണ്ടുവന്ന ആ സിവിൽ സ്റ്റേഷനിലുള്ള കരിയർ ഡെവലപ്മെന്റ് സെന്ററിലെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ കമ്പനികളെ വിളിച്ചു വരുത്തിയിട്ട് ഇവരുടെ ട്രെയിനിങ് കഴിയുമ്പോൾ കുറേ അധികം പേർക്ക് ജോലി കിട്ടിപ്പോകാനായിട്ട് സാധിക്കും. ഇതൊക്കെ ആര് കൊണ്ടുവന്നതാണ്? ഇപ്പോൾ സ്കിൽ പാർക്കിന്റെ കാര്യത്തിൽ സ്കിൽ പാർക്കിലെ ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനേഴ്സിനെ വിളിച്ചൊരു ഇന്റർവ്യൂ എടുക്കും. അവിടെ അടുത്തൊക്കെ ഉള്ള ചില കുട്ടികളെ വിളിച്ചിട്ടൊരു ഇന്റർവ്യൂ എടുക്കും. ധനമന്ത്രി കൊണ്ടുവന്ന ഇത്ര വലിയ വികസനങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കൊട്ടാരക്കരയിലെ ചെട്ടിയാരരികത്ത് പാലം പണി പൂർത്തീകരിച്ച് നിങ്ങൾ ഒരുപാട് വിഷ്വൽ മീഡിയാസ് ഇവിടെയുണ്ട്. നിങ്ങളുടെ എല്ലാം പഴയ ഫയൽസ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും അവിടെ ആ പാലം, അറക്കടവ് പാലം ഉൾപ്പെടെ പൂർത്തീകരിച്ചത്.
ഏനാത്ത് പാലം തകർന്നപ്പോഴാണ് പാരലൽ പാലം വേഗം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം വന്നിട്ട് 10.46 കോടിയാണെന്ന് എൻ്റെ ഓർമ്മ ചെട്ടിയാരഴിയത്ത് പാലത്തിന് അനുവദിച്ചു. കോവിഡ് വന്നില്ലായിരുന്നെങ്കിലും അപ്പുറത്തെ മണ്ണടി ഭാഗത്തെ ഒരു ചെറിയ വീതി കൂട്ടൽ നടന്നില്ലാത്തതുകൊണ്ട് മാത്രം അതിന്റെ പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ പെരുമാറ്റച്ചട്ടവും കൂടെ വന്നു. അതിന്റെ ആ പാലത്തിന്റെ മുകളിൽ ചില ആൾക്കാരെ കയറ്റി നിർത്തി ഈ 2 ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന പാലം പണി കഴിപ്പിച്ച ധനകാര്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് കുറെ പേരെ കൊണ്ട് പറയിപ്പിക്കുക. ഇത് വലിയ സംഭവമായി എന്ന് പറയുക. അപ്പം ആരുടെ കാലത്താണ് ഇതൊക്കെ നടന്നത്? ഞാൻ ഒരുപാട് പറയാനായിട്ട് പോകുന്നില്ല. കൊട്ടാരക്കര മാർക്കറ്റ്, ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ തന്നെ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊക്കെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള അതേ പദ്ധതിയാണ് അവിടെയുള്ളത്. 5 വർഷം കഴിഞ്ഞു. ധനകാര്യമന്ത്രി, ഞാൻ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, ഒരു MLA മാത്രമായിരുന്ന ഞാൻ 1ാം ടേണിൽ ഇവിടെ കോടതി സമുച്ചയം കൊണ്ടുവന്നു, സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നു, ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടുവന്നു, യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൊണ്ടുവന്നു. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിനും അന്നത്തെ ആ മണ്ഡലത്തിലെ ഓരോ 2 നില കെട്ടിടം വീതം പുത്തൂര്, കൊട്ടാരക്കര അടക്കം പണി കഴിപ്പിച്ച് പൂർത്തീകരിച്ചു കൊടുത്തു. ഇതുപോലെ എത്ര കാര്യങ്ങൾ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച മണ്ഡലമാക്കി, സമ്പൂർണ്ണ ലേണിംഗ് മണ്ഡലമാക്കി. കേരളത്തിൽ 3ാമതായിരുന്നു പിറവവും വടക്കേക്കരയും കഴിഞ്ഞ്. ഇങ്ങനെ ഫയർഫോഴ്സ് ഇല്ലാത്ത ഒരു മണ്ഡലമായിരുന്നു കൊട്ടാരക്കര. അതിവിടെ കൊണ്ടുവന്നത് ഫസ്റ്റ് ടേണാന്ന് ഓർക്കണം. പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചു. സ്കിൽ പാർക്ക്, റൂറൽ SP ഓഫീസ് കേരളത്തിൽ തൃശ്ശൂരിലും കൊല്ലം ജില്ലയ്ക്കും ഓരോ റൂറൽ ജില്ലയാക്കി പ്രഖ്യാപിച്ചു. അത് കൊട്ടാരക്കര തന്നെ കൊണ്ടുവന്നു. ഐഷാപൂറ്റി MLA മാത്രമേ ആയിരുന്നുള്ളൂ. പോയി ഇടപെട്ടിട്ട് അതിവിടെ കൊണ്ടുവന്നു. ആദ്യം ഒരു റെന്റഡ് ബിൽഡിങ്ങിലാക്കി. അത് കഴിഞ്ഞ് അടുത്ത സർക്കാർ വന്നു. ഇത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ പ്രവർത്തനങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് എത്രയാന്ന് ഓർക്കണം. ഇവിടെ സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നു. സിവിൽ സ്റ്റേഷനകത്ത് താലൂക്ക് ഓഫീസ്, ട്രഷറി, 4 കോടതികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പൊളിഞ്ഞ പാലീസായ ചോരുന്ന കെട്ടിടത്തിൽ ഞാൻ ഉൾപ്പെടെ പ്രാക്ടീസ് ചെയ്തിരുന്ന മജിസ്ട്രേറ്റ് കോടതികൾ 2, അതുപോലെ മുനിസിപ്പൽ കോടതികൾ ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിടത്ത് ഈ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റിയിട്ട് റവന്യൂ വകുപ്പിന്റെ സ്ഥലത്ത് വേണം സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരാൻ. കോടതികളെ മാറ്റി സ്ഥാപിക്കണമെങ്കിൽ കോടതിക്ക് സ്ഥലമില്ല. 2007 അവിടെ ഇടപെട്ട് അതിനുള്ള സ്ഥലം നേടിയെടുത്തു. ഇന്ന് കോടതി സമുച്ചയം നിൽക്കുന്ന സ്ഥലത്ത് അന്നത്തെ 5.25 കോടി രൂപ അനുവദിച്ച് ആ കെട്ടിടം പണി പൂർത്തീകരിച്ച് ചീഫ് ജസ്റ്റിസ് ചെലമേശ്വരനെ കൊണ്ടുവന്ന് എന്റെ കാലാവധി പൂർത്തിയാകും മുമ്പ് അത് ഉദ്ഘാടനം ചെയ്യിച്ചു. അതുപോലെ കൊട്ടാരക്കരയിലെ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. അവിടെ ജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തു. യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൊണ്ടുവന്ന് BBAയും BCAയും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായി. അവിടെ MCOM വരെ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടായി. ഒഴിഞ്ഞു കിടന്നിരുന്ന ഗേൾസ് ഹൈസ്കൂളിലെ കെട്ടിടങ്ങൾ അതിന് വിനിയോഗിച്ചു. അതുപോലെ സിവിൽ സ്റ്റേഷന്റെ പണി നല്ല ഫാസ്റ്റായിട്ട് സൈറ്റ് ക്ലിയർ ചെയ്ത് തുടങ്ങി. 2ാം ടേണ് 3ാം ടേണായപ്പം 2 ഘട്ടവും പൂർത്തിയാക്കി ജനങ്ങൾക്കായിട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞു. 4 വശവും ചിതറിക്കിടന്നിരുന്ന വാടക കെട്ടിടത്തിൽ നിന്നും എല്ലാ ഓഫീസുകളെയും ഒരു കൊടക്കയിലാക്കി പുതിയ എൻഫോഴ്സ്മെന്റ് ഓഫീസ് ഉൾപ്പെടെ, അതുപോലെ ഈ കരിയർ ഡെവലപ്മെന്റ് സെന്റർ ഉൾപ്പെടെയുള്ള സംഗതികൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഞാൻ MLA മാത്രമായിരുന്ന ആളാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. 3 ടേണിലെ പ്രശ്നങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുകയല്ല, പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ നമ്മുടെ കാലത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കമ്പയർ ചെയ്യണം. 5 വർഷമായിട്ട് ഒരു ധനമന്ത്രി ഒരു മണ്ഡലത്തിൽ ഇരുന്നാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരു MLAക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. DMBC ചെയ്ത റോഡുകൾ ഇവിടെ മിക്കതും തീർത്തിരുന്നു കഴിഞ്ഞ തവണ. അതിനുശേഷം എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചിരുന്ന കുറച്ചെണ്ണം മാത്രമാണ് ഇപ്പൊ വന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം. കൊട്ടാരക്കര OU റോഡൊക്കെ എന്നേ വന്നതല്ലേ. അതുപോലെ കരിയപ്രയിലോട്ട് പോയ 8 കോടി 36 ലക്ഷത്തിന്റെ അങ്ങ് 6 മുറിക്കട വരെ ചെല്ലുന്ന റോഡൊക്കെ അന്നേ ചെയ്തതല്ലേ. അതുപോലെ വെളിയത്തിന്റെ അകത്തൂടെ പോയ അതെല്ലാം ചെയ്തിട്ടില്ലേ. എഴുകോണിൽ നിന്ന് അങ്ങ് നെടുമൺകാവിൽ നിന്ന് പുത്തൂര് വരെ എത്തുന്ന റോഡ് അന്നേ ചെയ്തതല്ലേ 22 കോടിയുടെ. അത് UDFന്റെ കാലത്താണ്. പാലങ്ങൾ, അറക്കടവ് പാലം ഉൾപ്പെടെ പാലമെല്ലാം തീർന്നിരുന്നതല്ലേ. ഇങ്ങനെ എന്തിനാണ് കലോപുരത്ത് മൈലം പാലം പൊളിഞ്ഞു വീണു. യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പണി പൂർത്തീകരിച്ച് കൊടുത്തിട്ടില്ലേ. ഇന്നത്തെ അവസ്ഥ എന്താ? താലൂക്ക് ആശുപത്രിക്ക് 90 കോടി അനുവദിച്ച് നിങ്ങളോടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതാ. ബ്രിട്ടീഷ് മോഡൽ, നിങ്ങൾ ആ AS എടുത്ത് നോക്കിയാൽ അറിയാം. ഏറ്റവും നല്ല സംവിധാനത്തോടെ
ഒരു 10 നിലയുടെ വാർഡ് ടവർ, 5 നിലയുടെ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അന്ന് തീർന്നത് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ. അത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള, അല്ലാതെ ഒരു ദുരന്ത ഭൂമി പോലെ കിടക്കുകയല്ലേ താലൂക്ക് ആശുപത്രി. ധനമന്ത്രിയുടെ മണ്ഡലമാണ്. 5 വർഷം കഴിഞ്ഞു എന്ന് ഓർക്കണം, 5 വർഷം കഴിഞ്ഞു എന്ന്. അതുപോലെ പുലമൺ തോടിന്റെ നവീകരണം നിങ്ങളെല്ലാം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്താൽ ഞാൻ കണ്ട, എനിക്കൊരു പ്രതീക്ഷയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരും. ഞാനൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയം ഉൾപ്പെടെ പൂർത്തീകരിച്ച് മനോഹരമായ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു, നിങ്ങൾക്കും ഉണ്ടായി കാണും. അത് പൂർത്തീകരിച്ചോ? താലൂക്ക് ആശുപത്രി അങ്ങനെ കിടക്കുന്നു. വിദ്യാഭ്യാസ സമുച്ചയം 5 വർഷമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞ ടേമിൽ ആദ്യം ഏറ്റെടുത്തതാണ്. MLA ഫണ്ട് കൂടെ കൊടുത്തുകൊണ്ട്. അപ്പൊ MLA ഫണ്ട് കൊടുത്ത 2.5 കോടിയിലെ ആ കെട്ടിടവും അതിന്റെ കവാടവും കൂടി ചേർത്ത്, കിഴക്കുവശത്ത് ഒരു കവാടത്തിലൂടെയാണ് അതിന് എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്ത് സാങ്ഷൻ ആക്കി ടെൻഡർ ഹാബിറ്റാറ്റിന് കൊടുത്തിരുന്നത്. കെട്ടിടം പണി മാത്രം പൂർത്തീകരിച്ചു. അപ്പോഴത്തേക്ക് അത് ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് എടുത്തപ്പോൾ പ്രഖ്യാപനം വന്നപ്പം പോയി. ബാക്കി കെട്ടിടങ്ങളെല്ലാം സർക്കാരിന്റെ പണം ഉപയോഗിച്ച് പൂർത്തീകരിച്ചിരുന്നു. നിങ്ങളൊക്കെ വന്നതാണ് അതിനെല്ലാം. അതിന്റെ മുമ്പിൽ ഒരു കവാടം ഞാൻ വെച്ചിരുന്ന പണം മാറ്റി വേറെന്തിനോ ഉപയോഗിച്ചിട്ട് അവിടെ പുതിയ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചൊരു കവാടം വെച്ചു. ആ എയർ സ്പേസ് മാറ്റിയിട്ട് അതിന്റെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ട് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ വലിയ തോതിൽ പേരെഴുതി വെച്ചാൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പരിശോധിക്കണം. കുറ്റപ്പെടുത്താനല്ല, ആരാണ് ജനപ്രതിയായി വരേണ്ടതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കണ്ടേ. ആരാണ് ഈ നാട്ടിൽ ജനപ്രതിയായി വരേണ്ടതെന്ന്? ആരും വലിയ ആളായിട്ടല്ല, ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുകയല്ലേ നമ്മുടെ നാട്ടിൽ വേണ്ടത്. അത് ചെയ്യുന്ന രീതിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഇത്രയൊക്കെയാണ് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. നിങ്ങളെല്ലാം വലിയ തോതിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. പക്ഷെ പോയി പരിശോധിക്കുമ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇപ്പൊ സിനിമാ തിയേറ്റർ കോംപ്ലക്സ് വരുന്നു എന്ന് ഒത്തിരി നാളുകൊണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കുമ്പോൾ ഇലക്ഷന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് ആ സൈഡിൽ കിള്ളൂര് കാട് കുറച്ച് തെളിച്ചിട്ട് അവിടെ ഒരു ഇത് എന്താ ഒരു സ്റ്റേജ് റെഡിയാക്കിയിട്ട് വലിയൊരു ഫംഗ്ഷൻ നടത്തി. ഇപ്പൊ അവിടെ പോയി കണ്ടാ എന്താ കാണുന്നത്? വലിയ പൊക്കത്തിലുള്ള ഇത് എന്തെങ്കിലും ഒരു പണി തുടങ്ങുന്നുണ്ടോ? ബസ് സ്റ്റാൻഡ് നിങ്ങളെല്ലാം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ പൊളിഞ്ഞ ബസ് സ്റ്റാൻഡ് എന്ന്. അത് ഹറിബറിയായിട്ട് ഇപ്പം ഇലക്ഷൻ വന്നപ്പോ പെട്ടെന്ന് കൊണ്ട് ഇത് എങ്ങനെയാണ് സാധിക്കുക? കുറെ സ്റ്റേഡിയങ്ങളുടെ കണക്ക് പറഞ്ഞു. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനം കൂടെ നടത്തുന്ന ആളല്ലേ. ഈ സ്റ്റേഡിയങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ പരിശോധിക്കണം. വരും കാലങ്ങളിൽ ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് മറുപടി പറയേണ്ടി വരും. നെല്ലിക്കുന്നത്തെ സ്റ്റേഡിയം പോയി നോക്കണം, ഇത്രയും ലക്ഷം രൂപയുടെ ഉണ്ടോ? ഈ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്റ്റേഡിയം 1 കോടിക്ക് എന്നേത് അന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ അന്നത്തെ സ്പോർട്സ് മന്ത്രി വന്നത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചാണല്ലോ. ഇപ്പൊ അവിടെ എത്ര കോടിയുടെ പണി നടന്നു, എന്ത് വന്നിട്ടുണ്ടെന്ന് പരിശോധിക്കണം. തേവലപ്പുറം സ്റ്റേഡിയം ഒരു മീൻമല വെച്ച് കെട്ടിയേക്കും, അതിന് എത്രയോ കോടി രൂപ പറഞ്ഞേക്കുന്നു. ഇതെല്ലാം ഒന്ന് പരിശോധിക്കണ്ടേ? മൈലത്തെ ഒരു സ്റ്റേഡിയവും നീന്തൽക്കുളവും വന്നു, അതിന്റെ സ്ഥിതിയൊക്കെ ഒന്ന് നിങ്ങൾ പരിശോധിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ കുറെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സാങ്കല്പിക ലോകത്തിലേക്ക് വികസന വിപ്ലവം പറഞ്ഞ് കൊട്ടാരക്കരയെ 15 കൊല്ലം പിന്നോട്ടടിച്ച ഒരവസ്ഥയിലാണ് ഇപ്പോ 2006 തെരഞ്ഞെടുപ്പ് വന്നെത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങളെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും. അതിന് എനിക്കറിയാവുന്ന കാര്യങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും മറുപടി പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുകയാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് തീർച്ചയായിട്ടും ജയിച്ചു വരാൻ സഹായിക്കണം നിങ്ങളെല്ലാവരും. ജയിച്ചു വന്നാൽ മുൻകാലങ്ങളിലെ പോലെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ജനങ്ങളോടൊപ്പം മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഉറപ്പായിട്ടും കൂടെ ഉണ്ടാകും. മാത്രമല്ല പദ്ധതികൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ച് ഇരട്ടിക്ക് പണം ചെലവഴിക്കേണ്ടി വരാത്ത അവസ്ഥയിൽ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ ഇപ്പോ മുനിസിപ്പൽ കോംപ്ലക്സ് പണിയുമെന്ന് പറഞ്ഞ് അതിനും കല്ലിട്ടിട്ടേ ഉള്ളൂ. IT പാർക്കിനും കല്ലിട്ടിട്ടേ ഉള്ളൂ. ഡ്രോൺ പാർക്കിനും കല്ലിട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഹെലിപ്പാഡിനും കല്ലിട്ടിട്ടേ ഉള്ളൂ. ഒരുപാട് കല്ലിടിയിലല്ലാതെ നമുക്ക് റിയൽ ആയിട്ട് ജയില് മാറ്റി സ്ഥാപിച്ച പോലെ നമുക്ക് തോന്നിയായിരുന്നു. അത് ഇതുപോലെയുള്ള ഇത് അന്നുമുള്ള ഫയലാണ് ഉണ്ടവിടെ. അതെല്ലാം പിന്നെ തരാം കഴിഞ്ഞിട്ട്. അപ്പോ ഇപ്പോഴല്ല, പിന്നീട്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയല്ലാതെ
കാര്യങ്ങൾ നന്നായിട്ട് ഇടപെടാൻ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയായിരുന്നോ മുൻകാലങ്ങളിൽ അതിനേക്കാൾ ഒരു പടി കൂടെ മുമ്പിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ തന്നെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് സാധ്യമാക്കി തരാനും ഒപ്പം ജനങ്ങളോടൊപ്പം കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയുവാനായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.